പോന്നു ചേച്ചിയമ്മ. അവിടെ നിന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. കരയില്ലേ മോളെ, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേടാ. ഉള്ളപ്പോ ഒന്നിന്റെ വില നമ്മൾ അറിയില്ല. ഇല്ലാതാവുമ്പോഴാ ഓരോന്ന് മനസ്സിലാവുന്ന. അച്ഛൻ എനിക്ക് ആരായിരുന്നു ഇപ്പോഴാ ഞാൻ തിരിച്ചറിയുന്നത്. തരിച്ചായി പോയി എന്നുള്ളതാണ് സങ്കടമെങ്കിലേ അത് വേണ്ട. അച്ഛനെ പോയിട്ടുള്ളൂ, ഞങ്ങളൊക്കെ ഇല്ലേ. ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. വല്ല ഹോസ്റ്റലിലേക്ക് ഞാൻ മാറിക്കോളാം. ഏയ്, അതിന്റെ ആവശ്യം ഒരിക്കലും നിനക്ക് വരില്ല. കാരണം നീ ഒരിക്കലും ഞങ്ങൾക്കൊരു ഭാരമല്ല. അതെ മോളെ, നീ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ. എത്ര കാലം വേണമെങ്കിലും എനിക്കിവിടെ താമസിക്കാം. സിദ്ധുണ്ട് എന്തോന്ന് പറയത്തെ? എന്റെയും കൂടെ അഭിപ്രായം ഇവര് പറയുന്നത്. ചന്ദ്രയ്ക്ക് ഇവിടെ താമസിക്കാം. ചന്ദ്ര ആഗ്രഹിക്കുന്ന അത്രയും കാലം. താങ്ക് യു. ആ പ്രേമേ, അവളെ അകത്തേക്ക് വിളിച്ചോണ്ട് പോ. ആ പിന്നെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ആരുമില്ലാത്തൊരു കുട്ടിയാ ചന്ദ്ര. അവൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല. വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ, എന്തിനെ ഒരു നോട്ടം കൊണ്ട് പോലും അവളെ ആരും വേദനിപ്പിക്കരുത്. നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ലോ അച്ഛാ. ചെയ്യരുത്. അതൊന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നടേശൻ പോയി കഴിഞ്ഞു. അമ്മയും അച്ഛനുമില്ലാത്ത ഒരു അനാഥ കുട്ടിയായിപ്പോ ചന്ദ്ര. ഇനി നമ്മൾ വേണം അവളുടെ സങ്കടമൊക്കെ മാറ്റാൻ. ജീവിതത്തിൽ എല്ലാവരും ഉണ്ടെന്നുള്ള തോന്നൽ നമ്മൾ വേണം ഉണ്ടാക്കി കൊടുക്കാൻ. മനസ്സിലായല്ലോ? ചന്ദ്രയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ചന്ദ്രയുടെ അച്ഛന് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. ഞാനും വിചാരിച്ചില്ല സിദ്ധുട്ട. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞാൻ അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നേനെ. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ടെന്താ? ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്ത് ചെയ്യാം, അതാണ് ആലോചിക്കേണ്ടത്. ഈ ലോകത്ത് ഞാൻ തനിച്ചായി പോയി സിദ്ധുട്ട. ഒന്നാലോചിച്ച എല്ലാവരും തനിച്ച അല്ലേ? മറ്റുള്ളവരെ പോലെയാണോ ഞാൻ? എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല. ഇനി എന്റെ ഭാവി ഉണ്ടാവും. ആലോചിച്ചിട്ട് ഒരെത്തും പണിയും കിട്ടുന്നില്ല. തൽക്കാലം ചന്ദ്ര അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കത്തില്ല. സിദ്ധുട്ടൻ മാത്രം എനിക്കൊരാശ്വാസം. സിദ്ധുട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ദേവിക എപ്പോഴേ മരിക്കണം. അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവുമില്ല. ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ചന്ദ്രയ്ക്കുണ്ടാവുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിപ്പോ ഞാൻ കരുതിയതുപോലൊന്നും അല്ലല്ലോ ചന്ദ്ര. എന്റെ സ്ഥാനത്ത് നിന്ന് നോക്കണം. അപ്പോഴേ ഞാൻ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാവൂ. പോട്ടെ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. അല്ലേ? മനഃപൂർവ്വം അല്ലേ? ഞാൻ ചന്ദ്രയുമായിട്ടൊരു തർക്കത്തിനൊന്നുമല്ല വന്നത്. ഈ സമയത്ത് എന്തിനാ വെറുതെ? ചന്ദ്ര വിശ്രമിക്കുക, എല്ലാം മറക്കാൻ ശ്രമിക്കുക. അതിന് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം.